കഴിഞ്ഞാൽ ഈ മുരിയാട് പാടശേഖരത്തിലെ മുഴുവൻ വെള്ളം ഒഴുകി പോകാൻ ഏറ്റവും ഇപ്പോഴും ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇതുവഴി ഒലിവുണ്ട്, അതുവഴി തീരെ ഒലിവില്ല. അവിടെ നിന്ന് കൂടി വെള്ളം ഇതുവഴി കടന്നു പോകുന്നത്. ഈ വെള്ളം പോകണമെങ്കിൽ ഈ കനാല് കൃത്യമായിട്ട് ആ കണക്കക്കോടം വരെയുള്ള പാലത്തിന്റെ അവിടെ വരെ, അവിടെ ഒരു പാലമുണ്ട്, സ്ലൂസും പാലം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുവരെ ഈ വെള്ളം പോകണമെങ്കിൽ ഇത് മുഴുവൻ ക്ലിയർ ചെയ്ത് ഈ ചണ്ടികൾ മുഴുവൻ മാറ്റി, ഈ തടസ്സങ്ങൾ മുഴുവൻ മാറ്റി, ഇതിന് ഒരു 10 മീറ്റർ എന്നുള്ളത് ഒരു 7 മീറ്റർ എങ്കിലും വീതി ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഈ വെള്ളം സുഖകരമായിട്ട് പോയിട്ട് മുരിയാട് കായൽ പാടശേഖരത്തിൽ വേണമെങ്കിൽ ഏറെക്കുറെ ഭാഗങ്ങളിൽ 2 പൂ കൃഷി പണിയുന്ന പല ഭാഗങ്ങളുണ്ട്. ഇപ്പൊ ഒരു പൂ പോലും പണിയാൻ പറ്റാണ്ട് കർഷകർ ആകെ വട്ടം തിരിഞ്ഞ് നട്ടം തിരിഞ്ഞ് നിരന്തരം കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് മാറ്റം വരണമെങ്കിൽ ഈ താമരളയും പെരുന്തോട് നല്ല നിലയ്ക്ക് വീതി കൂട്ടേണ്ട അടുത്ത് വീതി കൂട്ടി ഈ ചണ്ടികൾ മുഴുവൻ മാറ്റി, ഈ ഇപ്പൊ കുറഞ്ഞതുണ്ടെങ്കിൽ മാത്രമേ ഈ വെള്ളം ഒരു തടസ്സം നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടിക ലോബികളും മണൽ ലോബികളും നിലനിൽക്കുന്നുണ്ട്. അവർക്ക് കൂട്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ വൃന്ദമുണ്ട് ഇവിടെ, ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർ പറഞ്ഞ ആ സമ്മർദ്ദത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ ഇതിന് തടസ്സമാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞത് അവിടെ KLDC-ക്കാർ കൊണ്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇതിലെ നിരന്തരം വാഹനങ്ങൾ പോയി പണ്ട് പല ഭാഗങ്ങളും തകർന്നിട്ട്. അപ്പൊ അവര് പറഞ്ഞു, ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഇതിലെ വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുന്നു, ഭാരം വെച്ച ഒരു വാഹനങ്ങളും പോകാൻ പാടില്ല, കാർഷിക ആവശ്യത്തിന് ഇത് ഒഴിച്ച് ബാക്കി ഏത് വാഹനങ്ങളും ഓടാൻ പാടില്ല എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ മേലെ കൂടെ നിരന്തരം ഒരു 500 വാഹനമെങ്കിലും ദിവസം മണലും മണ്ണുമായിട്ട് കടന്നു പോകുന്നുണ്ട്. രാത്രി കാലങ്ങളിലും മണലും പോകുന്നുണ്ട്, പകല് കാലങ്ങളിൽ ഇഷ്ടിയും മറ്റു അനവധി സാധനങ്ങളും കടന്നു പോകുന്നുണ്ട്. ഇവർ പോയിക്കൊണ്ടേയിരിക്കുക. ഉദ്യോഗസ്ഥർ പൊളിക്കാനായിട്ട് തടസ്സം പറയണം എന്താ? ഉദ്യോഗസ്ഥർ ഇതിൽ തടസ്സം നിൽക്കണമെന്നുള്ളത് നമുക്കല്ലേ രാഷ്ട്രീയക്കാരന്റെ സമ്മർദ്ദമായിരിക്കും. അല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ നെൽകൃഷി പണിയിൽ വിരോധം ഉണ്ടാവില്ല എന്ന് ഞാൻ കണക്കൂട്ടുന്നത്. രാഷ്ട്രീയക്കാരന് വിരോധമുണ്ട്. അല്ല, ഈ രാഷ്ട്രീയക്കാരൻ തന്നെയല്ലേ നമുക്ക് പൈസ തരുന്നത്? ഇത് അല്ല, അത് MLA തരണം. അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് 100% നന്ദിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശം ഒന്ന് നന്നായി കാണാൻ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഇതിന് ഫണ്ട് വിനിയോഗിക്കുന്നുണ്ടെങ്കിലും കൃഷി പണിയാൻ